ആലപ്പുഴ എടത്വ കോഴിമുക്ക് സ്കൂൾ പുതിയ കെട്ടിടത്തിന് ഫിറ്റ്നസ് കിട്ടി. താൽക്കാലിക കൈവരി വച്ച ശേഷമാണ് ഫിറ്റ്നസ് നൽകിയത്. സ്കൂളിന്റെ പ്രവർത്തനം പുതിയ കെട്ടിടത്തിൽ തുടങ്ങി. PWDയുടെ കൈവരി വെക്കാനുള്ള പൈസയെല്ലാം അലോഡായി കിടക്കുന്നതുകൊണ്ട് അവർ ഒരു മാസത്തിനുള്ളിൽ എല്ലാം റെഡിയാക്കി തരും. എത്രയും പെട്ടെന്ന് തന്നെ ഇതിന് കൈവരികൾ റെഡിയാക്കി ഫിറ്റ്നസ് ഇപ്പോൾ താൽക്കാലിക ഫിറ്റ്നസ്സാണ് തരുന്നതെന്ന് പറഞ്ഞത്. തന്നിട്ടില്ല, തരാമെന്ന് പറഞ്ഞു. ബാരിക്കേഡ് വെച്ചുകൊണ്ട് നമ്മളിന്ന് ഇന്നലത്തെ തീരുമാനം അനുസരിച്ച് ക്ലാസ്സും ചെയ്യും. VS അനുരാഗ് ചേരുന്നു. അനുരാഗ്, വിവരങ്ങൾ. ലക്ഷ്മി, ഇന്നലെ എനിക്ക് പുറകിൽ കാണുന്ന ഈ പഴയ കെട്ടിടത്തിന്റെ ഫിറ്റ്നസ് ആണ് റദ്ദാക്കിയത്. അതോടെയാണ് കുട്ടികൾ ഇന്നലെ പെരുവഴിയിലായത്. ഇന്ന് പ്രതിസന്ധി മാറിയിരിക്കുകയാണ്. പുതിയ കെട്ടിടത്തിന് 2022 ഉദ്ഘാടനം ചെയ്ത പുതിയ കെട്ടിടത്തിന് കൈവരിയില്ല എന്ന പേരിൽ ഫിറ്റ്നസ് നൽകിയിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും ഇപ്പോൾ താൽക്കാലിക കൈവരി നിർമ്മിച്ചുകൊണ്ട് ഈ കെട്ടിടത്തിന്, പുതിയ കെട്ടിടത്തിന് ഫിറ്റ്നസ് നൽകിയിരിക്കുകയാണ്. താൽക്കാലിക കൈവരിയുടെ നിർമ്മാണം ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുപോലെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ക്ലാസുകൾ രാവിലെ 10 മണിക്ക് തന്നെ ആരംഭിച്ചിട്ടുണ്ട്. LKG മുതൽ 4ാം ക്ലാസ് വരെ 30 കുട്ടികളാണ് ഈ സ്കൂളിൽ പഠിക്കുന്നത്. 2 ക്ലാസ് മുറികളാണ് പുതിയതായി ഉള്ളത്. ഈ 2 ക്ലാസ് മുറികൾ വിഭജിച്ച് ഈ 30 കുട്ടികളെയും 4 ക്ലാസുകൾ 6 ക്ലാസുകളും ആരംഭിക്കാനുള്ള നീക്കത്തിലാണ് ഇപ്പോൾ. എന്തായാലും ഇപ്പോൾ ഒരു ക്ലാസ് മുറിയിലാണ് ഈ 30 കുട്ടികളെയും ഇരുത്തിയിരിക്കുന്നത്. ഉടൻ തന്നെ ഈ 2 ക്ലാസ് മുറികളിലും വിഭജിക്കാനുള്ള ബാരിക്കേഡുകൾ കൊണ്ടുവന്ന് കൃത്യമായി വിഭജിച്ച് ക്ലാസുകൾ കൃത്യമായി തന്നെ ആരംഭിക്കും എന്നുള്ളതാണ് ഇപ്പോൾ സ്കൂൾ അധികൃതർ നൽകിയിരിക്കുന്ന മറുപടി. അതിനൊപ്പം തന്നെ ഫണ്ട് റെഡിയായിട്ടുണ്ട്. ഈ പഴയ കെട്ടിടം എത്രയും വേഗം തന്നെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി അവിടെ ക്ലാസ് നടത്താൻ അനുയോജ്യമാക്കും എന്നുള്ളതാണ് പഞ്ചായത്ത് പ്രസിഡന്റ് കൂടി വ്യക്തമാക്കുന്നത്. അതിനൊപ്പം ഈ കൃത്യമായി ഒരു സ്ഥിരം ഒരു കൈവരി ഇവിടെ പുതിയ കെട്ടിടത്തിൽ നിർമ്മിക്കേണ്ടതുണ്ട്. അതിനുള്ള 2,80,000 രൂപ PWD ഫണ്ട് കൂടി റെഡിയായിട്ടുണ്ട്. അത് ഒരു മാസത്തിനകം തന്നെ ഇവിടെ കൈവരി നിർമ്മിക്കുമെന്ന കാര്യമാണ് ഇപ്പോൾ പഞ്ചായത്ത് അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഇന്നലെ മുതൽ അനിശ്ചിതത്വത്തിലായിരുന്നു. കുട്ടികൾ എങ്ങനെ ഇവിടെ പഠിക്കും, ഏത് ക്ലാസ്സിലിരുത്തി പഠിപ്പിക്കും എന്നുള്ള കാര്യത്തിൽ അനിശ്ചിതത്വം ഉണ്ടായിരുന്നു. എന്തായാലും അതിൽ ഇപ്പോൾ പരിഹാരമായിരിക്കുകയാണ്. നിലവിൽ ഈ 2 ക്ലാസ് മുറികളിലായി ഈ കുട്ടികളെ ഇരുത്തി പഠിപ്പിക്കാനും എത്രയും വേഗം മറ്റ് കാര്യങ്ങൾ, അതായത് അറ്റകുറ്റപ്പണികളെല്ലാം പൂർത്തിയാക്കി അവിടെ സാധാരണഗതിയിൽ എങ്ങനെയായിരുന്നു ക്ലാസുകൾ നടന്നുകൊണ്ടിരുന്നത് ആ ഗതിയിൽ തന്നെ ക്ലാസുകൾ നടത്താനുള്ള നടപടികൾ എത്രയും വേഗം സ്വീകരിക്കുമെന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റും അതുപോലെ സ്കൂൾ പ്രധാനാധ്യാപികയും വ്യക്തമാക്കിയിരിക്കുന്നത്. VS അനുരാഗാണ് ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്.